കോർണക്കി ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ട്രാൻസ്ഫർ കഥകളൊക്കെ പറയാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഒരു ഫുട്ബോൾ സീസൺ പോലെ തന്നെയാണ് ഫുട്ബോൾ ട്രാൻസ്ഫറിന്റെ കഥകളും. കാരണം ഇപ്പം ബെറ്റർ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ ആര് കൊണ്ടുപോകും, ആര് റാഞ്ചും എന്നൊക്കെ ചില സ്വറകളാണ് ഇപ്പം ട്രാൻസ്ഫറിനുമായിട്ട് നടക്കുന്നത്. നിലവിൽ നോക്കുകയാണെങ്കിൽ സീസൺ കഴിഞ്ഞിട്ടില്ല, പക്ഷെ എങ്കിലും ചില ടീമുകളൊക്കെ ഈ സീസൺ വെറും പരിതാപകരമാണ് അവസ്ഥ. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോക്കിയാലും റയൽ മാഡ്രിഡ്, എക്സ്പെഷ്യലി റയൽ മാഡ്രിഡ് ആണ്. കാരണം എല്ലാ മേജർ ട്രോഫിയിൽ നിന്നും റയൽ മാഡ്രിഡ് പുറത്തായിട്ടുണ്ട്. ഇപ്പം റയൽ മാഡ്രിഡ് തന്നെയാണ് ഇപ്പം ഫസ്റ്റിലെ സീസണിന്റെ ആ ഒരു മാറ്റങ്ങൾ ആരംഭിച്ച് തുടങ്ങിയത്. കാരണം ആഞ്ചലോട്ടിനെ പുറത്താക്കിക്കൊണ്ട് ബയൺ ലെവർകൂസന്റെ, അതും റയൽ മാഡ്രിഡ് ലെജൻഡായ സാബി അലോൺസോനെ പുതിയ കോച്ചായി 3 വർഷത്തെ കരാർ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ സാബിയുടെ കീഴിൽ കുറച്ചധികം മാറ്റങ്ങൾ, സാബിക്ക് ആവശ്യമുള്ള പ്ലേയേഴ്സിനെ സ്കൗട്ട് ചെയ്തുകൊണ്ടാണ് റയൽ മാഡ്രിഡ് ഇപ്പം ആദ്യമേ തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇറങ്ങിയത്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് 3 പൊസിഷനാണ് ഇപ്പം അവർക്ക് നിലവിൽ ഇത് നികത്താനുള്ളത്. ഒന്ന് അവർക്ക് വേണ്ട ഒരു CB ആയിരുന്നു, പിന്നെ ഒരു റൈറ്റ് ബാക്കായിട്ട് ഇപ്പം ലിവർപൂളിന്റെ ലെജൻഡായ ട്രെൻഡിനെ തന്നെ അവർ റാഞ്ചിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് നോക്കിയാണെങ്കിൽ അവരെ ഒരു ഫ്രീ ട്രാൻസ്ഫറിലാണ് മിക്കവാറും ടോപ്പ് പ്ലേയേഴ്സൊക്കെ അവർ റാഞ്ച് ചെയ്തത്. അതിന് റൂഡിഗർ ചെൽസിയിൽ നിന്നും ഫ്രീ ട്രാൻസ്ഫറിലാണ് ഇത് ചെയ്തത്. അതുപോലെ തന്നെ ബയൺ മ്യൂണിക്കിൽ നിന്ന് ഡേവിഡ് അലാബയെ ഫ്രീ ട്രാൻസ്ഫർ റാഞ്ചി. അതുപോലെ തന്നെ പാരീസിൽ നിന്ന് ലോകോത്തര താരമായ എംബാപ്പയെ ഫ്രീ ട്രാൻസ്ഫറിലാണ് റാഞ്ച് ചെയ്തത്. അതിനുശേഷം ഇപ്പൊ ലിവർപൂളിന്റെ ലെജൻഡായ ട്രെൻഡിനെയാണ് ഇപ്പം റാഞ്ചിയിട്ടുള്ളത്. അതുപോലെ തന്നെ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് ഒരു ഡ്രീം ട്രാൻസ്ഫർ ആയിരുന്നു സലീബ പെരസ് വളരെയധികം നോട്ടമിട്ട ഒരു പ്ലെയർ ആയിരുന്നു. കാരണം സലീബ സെന്റർ ബാക്കിലെ ഒരു ബെല്ലിംഗം എന്നൊക്കെ അദ്ദേഹം പുകഴ്ത്തിയിരുന്നു. പക്ഷെ സലീബയ്ക്ക് വരാൻ താല്പര്യമില്ല. ഈ സീസണും അദ്ദേഹം ആർസണൽ തുടരാനാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ താല്പര്യം എന്ന് അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു. അപ്പൊ എന്തായാലും പരസ്യമാമ എന്തായാലും സലീബനെ എടുക്കാതിരിക്കില്ല. കാരണം 1 വർഷം കൊടുത്തേ അദ്ദേഹത്തിന് കരാറുള്ളൂ എന്ന് തോന്നുന്നു ആർസണലുമായിട്ട്. അപ്പൊ എന്തായാലും ഫ്രീ ട്രാൻസ്ഫർ വിൻഡിൽ എന്തായാലും സലീബനെ റാഞ്ചും എന്നതിൽ യാതൊരു സംശയം നമുക്ക് വേണ്ട. കാരണം റയൽ മാഡ്രിഡ് പോലത്തെ ഒരു ടോപ്പ് ക്ലബിൽ കളിക്കാനായിരിക്കും മിക്കവാറും പ്ലേയേഴ്സിന്റെ ആഗ്രഹം. അതുപോലെ തന്നെ റയൽ മാഡ്രിഡ് സലീബനെ റാഞ്ചും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പം ഡീൻ ഹോൾസനെ CB ആയിട്ട് ഇപ്പോൾ റയൽ മാഡ്രിഡ് സൈൻ ചെയ്തിരിക്കുന്നത്. പ്രിൻസിപ്പൽ അഗ്രിമെന്റ് ഒക്കെ ആയെന്ന് കേട്ടിട്ടുണ്ട്. കാരണം 50 മില്യൺ യൂറോസിനാണ് ഇപ്പം റയൽ മാഡ്രിഡ് സൈൻ ചെയ്തിരിക്കുന്നത്. 3 വർഷം കൊണ്ടാണ് പക്ഷെ ആ തുക അടച്ചു തീർക്കുന്നത്. കാരണം 2027 വരെ ഒരു ഇൻസ്റ്റാൾമെന്റ് രീതിക്കാണ് ഇപ്പം കരാർ എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇൻസ്റ്റാൾമെന്റ് രീതിക്ക് ഒരു പ്ലേയേഴ്സിനെ റയൽ മാഡ്രിഡ് സൈൻ ചെയ്യുന്നു. അങ്ങനെ 3 വർഷത്തെ കരാറാണ് ഇപ്പൊ സൈൻ ചെയ്തത്. ഇപ്പം ഡീൻ ഹോൾസന്റെ ഇത് നോക്കുകയാണെങ്കിൽ ലിവർപൂളും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ആർസണലും ചെൽസി ഒരുപോലെ ബേക്ക് നടന്നൊരു ടീമാണ്. പക്ഷെ ഡീൻ ഹോൾസനെ സംബന്ധിച്ച് റയൽ മാഡ്രിഡ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി. റയൽ മാഡ്രിഡ് ചേക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഇപ്പൊ റയൽ മാഡ്രിഡ് ഒരു പ്രിൻസിപ്പൽ കരാറൊക്കെ ഒപ്പിട്ടതായിട്ടാണ് വിവരങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് ഒരു ലെഫ്റ്റ് ബാക്കിനെ കൂടെ അവർ സ്കൗട്ട് ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഒരു ലെഫ്റ്റ് ബാക്കിനെ കൂടെ അടുത്ത സീസണിലേക്ക് കൊണ്ടുവരാൻ സാബി അലോൺസോയ്ക്ക് താല്പര്യമുണ്ട്. അപ്പൊ അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരും. ഇനി വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിലൊക്കെ അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരാൻ ചാൻസ് ഉണ്ട്. മറ്റത് നോക്കുകയാണെങ്കിൽ ലിവർപൂളിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലിവർപൂൾ എന്തായാലും ഇപ്പൊ CBI ഡീൻ ഹോൾസനെ ലിവർപൂള് നോട്ടമിട്ടിരുന്നു. എന്തായാലും ലിവർപൂൾ ഇപ്പൊ ആ റൈസിൽ നിന്നൊക്കെ മാറി. അപ്പൊ ലിവർപൂളിന്റെ പുതിയൊരു നോട്ടം ജൊനാത്തൻ ഹെയ്റ്റോ എന്ന് പറയുന്ന പ്ലെയർ ആണ്. കാരണം അജാക്സിന്റെ CBI ലെഫ്റ്റ് ഫുട്ട് CBI ആണ് അദ്ദേഹം. യങ് ടാലന്റ് ആണ്. അപ്പം ജൊനാത്തൻ ഹെയ്റ്റോയിലോട്ടാണ് ഇപ്പം ലിവർപൂളിന്റെ ആ റഡാർ തിരിഞ്ഞിരിക്കുന്നത്, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചെൽസിയും ജൊനാത്തൻ ഹെയ്റ്റോയുടെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ നിലവിൽ ഒരു റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അജാക്സ് ഇപ്പം ഡിവിഷൻ ലീഗിൽ നിന്ന് ഇപ്പൊ പുറത്തായിട്ടുണ്ട്, സെക്കൻഡ് ലീഗിലേക്ക് റെലിഗേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇപ്പൊ ലിവർപൂളിന്റെ CB നോട്ട ഇപ്പം ജൊനാത്തൻ ഹൈറ്റിലോട്ടേക്ക് മാറിയിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ചെൽസിയും ഒരുപോലെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പം നിലവിൽ നോക്കുകയാണെങ്കിൽ ട്രെൻഡിന്റെ റീപ്ലേസ് ആയിട്ട് ഇപ്പം ബയൺ ലെവർകൂസന്റെ ഫ്രെയിംപോർങ്ങിനെ ഇപ്പം ലിവർപൂൾ സൈൻ ചെയ്തതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 30 മില്യൺ യൂറോസിനാണ് അദ്ദേഹത്തിന് ലിവർപൂൾ സൈൻ ചെയ്തതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. നോക്കുകയാണെങ്കിൽ ഫ്രിംപോർഗ് സാബി അലോൺസോയുടെ കീഴിൽ മികച്ച സീസണിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം 4 സീസൺ നോക്കുകയാണെങ്കിൽ വെറും 55 തവണയാണ് ഫ്രിംപോർങ്ങിനെ മറ്റുള്ള പ്ലേയേഴ്സ് ഡ്രിബിൾ പാസ് ചെയ്ത് പോയത് 4 സീസൺ. അതേസമയം ഈ സീസണിൽ മാത്രം ട്രെൻഡിനെ 57 തവണ എതിർ പ്ലേയേഴ്സ് ഡ്രിബിൾ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു മികച്ച ഒരു കരിയർ നേട്ടമുള്ള ഒരു താരമാണ് ഫ്രിംപോങ്. അപ്പം ബെറ്റർ റീപ്ലേസ് തന്നെയാണ്, ട്രെൻഡിന്റെ ഒരു ബെറ്റർ റീപ്ലേസ് ആയിട്ടാണ് ഫ്രിംപോങ്ങിനെ ലിവർപൂൾ നോക്കി കാണുന്നത്. അതുപോലെ തന്നെ ലിവർപൂളിന് ഒരു മെയിൻ സ്ട്രൈക്കറിനെ ടാർഗറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ ഇസാക്കിനോട്ടാണ് ലിവർപൂളിന്റെ ഫുൾ റഡാറും തിരിഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പം അതിന്റെ ഒരു വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. അതുപോലെ തന്നെ ആർസണൽ നോക്കുകയാണെങ്കിൽ ആർസണൽ ഇപ്പം ഓൾറെഡി സുബമെൻഡിനെ സൈൻ ചെയ്തിട്ടുണ്ട് മിഡ്ഫീൽഡിൽ.
ലിവർപൂളും അതുപോലെ തന്നെ മാൻ സിറ്റി ഒരുപോലെ കഴിഞ്ഞ സീസൺ നോക്കിയിരുന്ന താരമാണ് സിമമെൻഡി. പക്ഷെ ആർസണൽ 60 മില്യൺ യൂറോസിനാണ് സിമമെൻഡിനെ റൈറ്റ് സോസിഡാസിൽ നിന്ന് സൈൻ ചെയ്ത്. അതുപോലെ തന്നെ ആർസണൽ നോക്കുകയാണെങ്കിൽ ഒരു CBക്ക് വേണ്ടി ആർസണൽ ഇത് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ ഡീൻ ഹോഡ്സന്റെ പിറകെ ആർസണൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആർസണൽ ഒരു മെയിൻ സ്ട്രൈക്കറിന് നിലവിൽ ഈ സീസൺ നോക്കുകയാണെങ്കിൽ ആർസണൽ മൊത്തത്തിൽ ഒരു സ്ട്രൈക്കറിന്റെ അഭാവം മൊത്തത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആർസണൽ ഒരു സ്ട്രൈക്കർ ഇപ്പം നിലവിൽ റിപ്പോർട്ട് പറയാൻ നോക്കുകയാണെങ്കിൽ ഗേക്കോഴ്സിന് അതും RB സ്പോർട്ടിംഗ്സിന്റെ ഗേക്കോഴ്സിനെ ആർസണൽ ഒഴിവാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇപ്പം ആർസണൽ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്ട്രൈക്കറിന്റെ ആ പ്രയോറിറ്റിയിലുള്ള ആ വാർത്തകളൊന്നും പുറത്തു വരുന്നത്. നേരത്തെ ഇസാക്കിനെയാണ് ഇപ്പം യഥാർത്ഥത്തിൽ ആർസണൽ നോട്ടമിട്ടിരിക്കുന്നത്. അതാണ് സ്പോർട്ടിംഗ്സിന്റെ ഗേക്കോഴ്സിന്റെ ആ ഒരു ട്രാൻസ്ഫറിൽ നിന്ന് ആർസണൽ പുറത്തായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മറ്റൊരു ട്രാൻസ്ഫർ സാഗയാണ് ഫ്ലോറിയൻ വിർട്സിൻ്റെത്. കാരണം അദ്ദേഹം ബയൺ ലെവർകൂസൻ വിടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം ബയൺ മ്യൂണിലേക്ക് പോകുന്നെന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. ഇപ്പോൾ വരുന്ന വാർത്ത അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിലോട്ട് കളിക്കാനാണ് താല്പര്യം. നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഫ്ലോറിയൻ വിർട്സിന്റെ പിറകെയുള്ള അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് ഇംഗ്ലണ്ടിൽ ചർച്ചയ്ക്കൊക്കെ വരുന്നതായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. നോക്കുകയാണെങ്കിൽ 120 മില്യണൊക്കെയാണ് ഫ്ലോറിയൻ വിർട്സിന് വേണ്ടി ബയൺ ലെവർകൂസൻ ചോദിക്കുന്നത്. നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് താല്പര്യമുണ്ട്. കാരണം ഡിബ്രോയിന്റെ ഒരു റീപ്ലേസ് ആയിട്ടാണ് ഫ്ലോറിയൻ വിർട്സിനെ മാൻ സിറ്റി നോക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ നോക്കുകയാണെങ്കിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ ഗിബ്സ് വൈറ്റിലോട്ടും താല്പര്യമുണ്ട്. അപ്പം ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ആയിരിക്കാം മാൻ സിറ്റി ഈ സീസണിൽ എന്തായാലും സൈൻ ചെയ്യും, ഏതെങ്കിലും ഒരു പ്ലെയറിനെ സൈൻ ചെയ്യും. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ലിവർപൂൾ ഇപ്പം ബയൺ മ്യൂണിക്ക് അതുപോലെ തന്നെ ഫ്ലോറിയൻ വിർട്സിന്റെ പിറകെ ഉണ്ട്. ഇപ്പൊ തന്നെ ഇപ്പൊ ലിവർപൂൾ ഫ്ലോറിയൻ വിർട്സിന്റെ ആ ഒരു മോണിറ്റർ ചെയ്യുന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എനിക്ക് തോന്നുന്നില്ല ലിവർപൂൾ സൈൻ ചെയ്യുന്നത്. കാരണം FSG അതിനുള്ള തുകയൊക്കെ ചെലവാക്കുമെന്ന് സംശയമാണ്. കാരണം FSGനെ സംബന്ധിച്ച് ചുളു വിലയിൽ ആരെങ്കിലും കിട്ടുമെങ്കിൽ നോക്കുന്നൊരു ടീമാണ് ലിവർപൂളിന്റെ ആ ഒരു ഓണേഴ്സ് എന്ന് പറയുന്നത്. അപ്പം മിക്കവാറും മാൻ സിറ്റി തന്നെയാണ് ഫ്ലോറിയൻ വിർട്സിനെ ഇംഗ്ലണ്ടിൽ നിന്ന് സൈൻ ചെയ്യുന്നത്. അപ്പം ബയൺ മ്യൂണിക്ക് അതുപോലെ തന്നെ പുറകിലുണ്ട്. പക്ഷെ ഫ്ലോറിയൻ വിർട്സിന് ഇംഗ്ലണ്ടിൽ കളിക്കണമെന്നാണ് ഇപ്പോഴത്തെ ആഗ്രഹം. ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ഫ്ലോറിയൻ വിർട്സിന് പുതിയ ചലഞ്ചുകൾ ഏറ്റെടുക്കണമെന്നാണ്, പുതിയ ചലഞ്ചിലോട്ട് കടക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പം മാഞ്ചസ്റ്റർ സിറ്റി ആയിരിക്കും ഡിബ്രൂയിന്റെ ഒരു റീപ്ലേസ് ആയിട്ട് ഫ്ലോറിയൻ വിർട്സിനെ സൈൻ ചെയ്യാൻ സാധ്യത. മറ്റൊരു ഇത് നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു CBI ഒക്കെ കൊണ്ടുവരുന്നൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഡീൻ ഹോഡ്സന്റെ പിറകെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നിലവിൽ നോക്കുകയാണെങ്കിൽ മാത്യൂസ് ക്യൂനിനെ സൈൻ ചെയ്യാനുള്ള ഒരു മുഖ്യ പ്രയോറിറ്റിയാണ് ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ടീം നൽകുന്നത്. കാരണം ഇപ്പൊ നിലവിൽ നോക്കുകയാണെങ്കിൽ ഡിസ്കസുകൾ നടക്കുന്നുണ്ട്, മാത്യൂസ് ക്യൂനിയുമായിട്ടുള്ള ഡിസ്കസുകൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മാത്യൂസ് ക്യൂനിനെ ഈ സമ്മറിൽ കൊണ്ടുവരും എന്നാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ഒരു നിലവിലെ സാഹചര്യം എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ ഒരു അടുത്ത പുതിയ സീസണിന്റെ ബിൽഡപ്പുകൾ ഇപ്പോഴേ തന്നെ നടക്കുന്നുണ്ട്, തകൃതിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്ന് വേണം പറയണം. കാരണം മിക്ക ടീമുകളൊക്കെ പ്ലേയേഴ്സിനെ സ്കൗട്ട് ചെയ്യുന്നതിന്റെ തിരക്കിലാണ്. കാരണം ഈ സീസൺ ഏകദേശം ഉറപ്പായി. ഈ സീസൺ എന്തായാലും പ്രീമിയർ ലീഗിൽ ചാമ്പ്യന്മാരായി കഴിഞ്ഞു. ഇനിയിപ്പം സ്പെയിനിൽ നോക്കുകയാണെങ്കിൽ ഇന്നിപ്പം എസ്പാനിയുമായിട്ട് ബാർസലോണ വിജയിക്കണമെങ്കിൽ ബാർസലോണ ചാമ്പ്യന്മാരാകും. അതുപോലെ തന്നെ ബുണ്ടസ് ലീഗയിൽ ബയൺ മ്യൂണിക്ക് ചാമ്പ്യന്മാരായി. നിലവിൽ നോക്കുകയാണെങ്കിൽ ഇറ്റാലിയൻ ലീഗിലാണ് ഇപ്പം ഇന്റർ മിലാനും നെപ്പോളിയുമായിട്ടുള്ള ഒരു കടുത്ത പോരാട്ടം ഇപ്പോഴും നടക്കുന്നത്. അവസാന റൗണ്ട് ഘട്ടത്തിലായിരിക്കും അതിൽ ചാമ്പ്യന്മാർ ആരാകും എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അങ്ങനെ മിക്കവാറും എല്ലാ ടീമുകളൊക്കെ എല്ലാ സീസണുകളും എല്ലാ ലീഗിലെ സീസണും ഇപ്പോഴേ തന്നെ ഓവർ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ടീമുകളും ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ പിറകിലാണ് നെക്സ്റ്റ് സീസൺ ബിൽഡപ്പിന് വേണ്ടി. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും നമസ്കാരം.